So when it comes to TV shows and movies, my most favorite genre to watch is quirky, dry humor, dark humor, angantha shows wherein the central character is trying to, figure out life, a bit messy, but basically navigating through life. Angantha shows are like really fun to watch, at least to me. So if you equally enjoy watching such shows, അങ്ങനത്തെ ഒരു 6 ഡിഫറെൻറ്റ് ഷോസാണ് ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ലിസ്റ്റിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഷോ ഞാൻ ഇതിനു മുൻപേയും എൻ്റെ ചാനലിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. ഇറ്റ്സ് നൺ അതർ ദാൻ ഫ്ലീബാഗ്. ഈ ഒരു ലിസ്റ്റിൽ ഈവൻ ദോ ഐ ഹാവ് ആക്ച്വലി റെക്കമെൻഡഡ് ദിസ്, ഇത് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് ദ ബെസ്റ്റ്. ഈ ഒരു ലിസ്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു ഷോ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ ഫീബി വോളബ്രിഡ്ജ് എന്ന് പറയുന്ന ക്രിയേറ്ററിൻ്റെ ഒരു ഷോ ആണ്. ആളതിൽ മെയിൻ ക്യാരക്ടറും പ്ലേ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. സോ ഈ ഷോ ഐ തിങ്ക് അധികം പേരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടാവും. ബിക്കോസ് ഇതിലെ മോണോലോഗ്സ് ആർ വെരി ഫേമസ്. എല്ലായിടത്തും റീലായിട്ടും മറ്റും കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ദിസ് ഷോ ഇസ് അബൌട്ട് a woman in her maybe late 20s or mid 30s, I don't know exactly, പക്ഷേ early 30s ആ ഒരു ഇതിൽ she's trying to deal with life maybe one day at a time, but ആൾക്ക് ഒരുപാട് ഗ്രീഫ് ഉണ്ട്. ഷീ ഹാഡ് എ ലോസ് റീസെൻ്റ്ലി. ഷീ ലോസ്റ്റ് എ ബെസ്റ്റ് ഫ്രണ്ട്. ബട്ട് അതിലൂടെയൊക്കെ ഹൗ ഷീ ഈസ് ട്രൈങ് ടു നാവിഗേറ്റ് ത്രൂ ലൈഫ് ആൻഡ് എവറി ഡേ സ്ട്രഗിൾസ് ആൻഡ് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും മേ ബി ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അങ്ങനെ അതും നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ. ബിക്കോസ് ഇതിൻ്റെ ഒരു മേജർ ഫാക്ടർ, സംതിങ് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് ഇത് ബ്രേക്കിംഗ് ദ ഫോർത്ത് വാൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഡയറക്ട്ലി ടോക്കിംഗ് ടു ദി ഓഡിയൻസ് ക്യാമറയിലൂടെ. സോ ദാറ്റ്സ് ആക്ച്വലി റിയലി കൂൾ. എനിക്ക് തോന്നുന്നു ദറ്റ് ഈ ഷോ ആണ് ഞാൻ ഫസ്റ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടത്. സോ ഈ ഒരു ഷോ വിൽ ഓൾവേസ് ബി മൈ ഫേവറേറ്റ്. ഈ ഒരു ലിസ്റ്റിൽ ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. നെക്സ്റ്റ് വൺ ഇൻ ദ ലിസ്റ്റ് ഇസ് കോൾഡ് ക്രാഷിംഗ്. Crashing again Phoebe Waller-Bridge's ഒരു ക്രിയേഷൻ ആണ്. ഷീ ഈസ് എ പാർട്ട് ഓഫ് ദിസ് ഷോ. ഷീ പ്ലേസ് ദ സെൻട്രൽ ക്യാരക്ടർ again, but there are other characters as well who are like equally important. This show again talks about some mid-20, a group of young people who are like maybe in their mid-20s or late 20s, again figuring out life, adult life, എങ്ങനെയാണ് the struggles of it, everyday struggles. അത് കാണിക്കുന്നൊരു very fun show, but at the same time it talks about a lot of serious stuff. ബട്ട് ഇറ്റ്സ് റിയലി ഫൺ ടു വാച്ച്. ഭയങ്കര നല്ല ചില്ലായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഷോ ആണ്. സോ ഇഫ് യു ഹാവൻറ്റ് വാച്ച് ഇറ്റ് റിയലി ഗിവ് ഇറ്റ് എ ട്രൈ. ബിക്കോസ് ആൻഡ് എസ്പെഷ്യലി ഇഫ് യു ലവ് ഫ്ലീബാഗ് യു വിൽ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ടു. ഇത് ഞാൻ ഫ്ലീബാഗ് ആൾക്കാർ സംസാരിക്കുന്ന അത്രയും ക്രാഷിങ്ങിനെ പറ്റി സംസാരിച്ച് കേട്ടിട്ടില്ല. സോ ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് ഇറ്റ് യെറ്റ്, ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. ഐ തിങ്ക് യു വിൽ എൻജോയ്. ദ നെക്സ്റ്റ് വൺ ഇൻ ദ ലിസ്റ്റ് ഇസ് കോൾഡ് ദി എൻഡ് ഓഫ് ദ വർക്കിംഗ് വേൾഡ്. ദിസ് വാസ് അഗെയിൻ ഐ തിങ്ക് കോവിഡ് ടൈമിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഷോ ആണ്. I've heard people talking about this, but if you haven't watched it, another gem. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഷോ ഉള്ളത്. ഐ തിങ്ക് സോ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് സ്റ്റിൽ ഓൺ നെറ്റ്ഫ്ലിക്സ്, ബട്ട് ഞാൻ കണ്ടത് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. സോ ദിസ് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഓക്കെ, വെയറിൻ ദ സെൻട്രൽ ക്യാരക്ടർ, ടു മേജർ ക്യാരക്ടേഴ്സ് ആണ്. ദ ഗായ് ഹൂസ് കോൾഡ് ജെയിംസ് believes that he's a psychopath, and he decides to, I think I don't want to spoil it, but idile another character called Alicia is his classmate, and she is a young, angry, rebellious teenager, and both of them go on a road trip. അഗൈൻ അതിൽ അവർക്ക് ഉണ്ടാവുന്ന കുറച്ച് അവർ നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. റിയലി ഫൺ. അഗൈൻ deals with a lot of trauma and characters in the past നടക്കുന്ന കാര്യങ്ങൾ, how it affects them, അവരുടെ ലൈഫിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്ന വെരി വെരി ബ്യൂട്ടിഫുൾ ഷോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് അഗൈൻ എ ബിറ്റ് ഡാർക്ക് കോമഡിയാണ്, ട്വിസ്റ്റഡ് ആണ്. സോ ഐ ഡോണ്ട് നോ, ലൈക്ക് നിങ്ങൾ ആ ഒരു ഇത് അത് മനസ്സിൽ വെച്ചിട്ട് കാണുക. ആൻഡ് ഐ തിങ്ക് യു വിൽ എൻജോയ് ഇറ്റ്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, അഗൈൻ ഇതിൻ്റെ ജോൺറ ഇങ്ങനെയാണ്. സോ ആ ജോൺറ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക. എല്ലാവർക്കും അത് ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല. സോ യാ, ദ നെക്സ്റ്റ് ഷോ ഇസ് കോൾഡ് സെക്സ് എഡ്യൂക്കേഷൻ. ദിസ് ഈസ് അഗെയിൻ എ വെരി ഫേമസ് ഷോ. ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ബട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് എ വെരി റോ, അറ്റ് ദ സെയിം ടൈം ഫണി, ആൻഡ് സംഹൗ ഇറ്റ്സ് വെരി ഹീലിംഗ്. ലൈക്ക് വെൻ യു വാച്ച് ദിസ് ഷോ, യു ഒരു വെരി നമുക്ക് ഭയങ്കര ഒരു കണ്ടന്റ് ഫീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് എ ഷോ ആണ്.
സോ ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ഇസ് കോൾഡ് ഓട്ടിസ് മിൽബൺ ആൻഡ് ഹീസ് എ വെരി ഓക്വേർഡ് ടീനേജർ. ഇതൊരു ഹൈസ്കൂളിൽ നടക്കുന്ന ഒരു കഥയാണ്, എസ്പെഷ്യലി അബൌട്ട് ഈ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് അവരുടെ ലൈഫിലത്തെ കാര്യങ്ങൾ പറയുന്ന ഒരു കഥയാണ്. ആൻഡ് ഇതിലെ മെയിൻ ക്യാരക്ടർ ഈ ഓട്ടിസ് മിൽബൺ എന്ന് പറയുന്നത് ഈസ് എ വെരി ഓക്വേർഡ് ടീനേജർ, എസ്പെഷ്യലി ബിക്കോസ് ഹിസ് മോം ഇസ് എ സെക്സ് തെറപ്പിസ്റ്റ്. സോ ആൾക്ക് ആ ഒരു കാര്യം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് somehow in the turn of events he becomes a sex therapist in the school. ഈ സ്കൂളിൽ he ends up becoming one with the help of a classmate called Maeve. So she is my all-time favorite character. നമ്മളുണ്ടാവില്ല ഈ ഒരു ടീനേജ് കാലത്തൊക്കെ നമുക്കുണ്ടാവില്ല ഒരു റെബല്യസ് ഫേസ്, അതിൻ്റെ പെർഫെക്റ്റ് ഒരു എക്സാമ്പിളാണ് മേവ്. ബട്ട് ഷീ ഹാസ് എ റീസൺസ്, ആളെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് യാ, ദിസ് ഷോ ഇതിന് ഒരുപാട് ഇൻക്ലൂസിവിറ്റി ഉണ്ട്. ലൈക്ക് ഇറ്റ് ടോക്സ് അബൌട്ട് LGBTQI ആൻഡ് അതർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ എല്ലാം ഓവറോൾ എന്താ പറയുക, ഒരുപാട് കാര്യത്തെ പറ്റി സംസാരിക്കുന്ന നല്ലൊരു ഷോ ആണ്. ആൻഡ് വെരി എഡ്യൂക്കേറ്റീവ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഷോനെ പറ്റി ഞാൻ അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ല, എനിക്കറിയില്ല ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ എന്ന്. ബട്ട് ദിസ് ഈസ് എ ഷോ കോൾഡ് പ്ലീസ് ലൈക്ക് മീ. ഇതൊരു ഓസ്ട്രേലിയൻ ഷോ ആണ്. ആൻഡ് ദിസ് ഷോസ് എനിക്കറിയില്ല, ഐ തിങ്ക് ഈ ലിസ്റ്റിൽ ഫ്ലീബാഗും ഈ ഷോ ആണ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. ബിക്കോസ് ദിസ് ഈസ് അനദർ റോ ഫണ്ണി വെരി സ്വീറ്റ് ഷോ. ഒരു ടീനേജർ, മേ ബി ലേറ്റ് ടീനേജറാണ്, ബട്ട് ഏർലി 20s, 19-20 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ കഥയാണ്. മെയിൻ ക്യാരക്ടർ ഇസ് പ്ലേഡ് ബൈ ക്രിയേറ്റർ കോൾഡ് ജോഷ് തോമസ്. ഹീസ് റിയലി നൈസ്. എനിക്ക് ഐ ഫോളോ ഹിസ് ഇൻസ്റ്റഗ്രാം ആൻഡ് സ്റ്റഫ്. നല്ല വെരി വെരി ഫൺ ഗായ്. സോ ആളുടെ ഒരു സ്റ്റോറിയാണ്. Again, his friends, his family, things that he has to deal with. Again, loneliness and ആളുടെ മെൻ്റൽ ഹെൽത്ത്, അതേപോലെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഇതിനൊക്കെ പറ്റിയിട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ടു ഗുഡ്, റിയലി നൈസ്. പക്ഷേ again ഡാർക്ക് ഹ്യൂമറാണ്, കുറച്ച് ട്വിസ്റ്റഡ് ആണ്, ബിക്കോസ് അതിൽ കുറച്ചധികം ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ഇൻ എ ഫണ്ണി. ദ ലാസ്റ്റ് ഷോ ദാറ്റ് ഐ എം ഗോയിങ് ടു റെക്കമെൻഡ് ഈസ് ആഫ്റ്റർ ലൈഫ്. ഈ ഷോ ആക്ച്വലി മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളൊരു ഷോ ആണ്. സം പീപ്പിൾ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് സം ഡോണ്ട്. മേ ബി ബിക്കോസ് ഇതിൻ്റെ ഡയറക്ടർ ഇസ് റിക്കി ജവേസ്. നമ്മുടെ ദ ഓഫീസിൻ്റെ ബ്രിട്ടീഷ് വേർഷൻ ചെയ്തിട്ടുള്ള ആളുടെ, മൈക്കിൾ സ്കോട്ടിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി. അല്ലാതെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് പുള്ളി. തന്നെയാണ് ഇതിൽ മെയിൻ റോള് ചെയ്തിട്ടുള്ളത്. പുള്ളി തന്നെയാണ് ഡയറക്ടറും. ആളുടെ മറ്റു വർക്ക്സിൻ്റെ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരു അത്ര നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ബട്ട് I really like the show. This show deals with grief. Again, Ricky Gervais's character is someone who recently lost their wife. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീഫിൽ കൂടെ കടന്നു പോകുന്ന, ആൻഡ് he becomes really rude and shitty to the world. എല്ലാത്തിനോടും പുള്ളിക്ക് ഒരു മടുപ്പായി. പുള്ളി വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിലാണെങ്കിലും മറ്റുള്ള ആൾക്കാരോടാണെങ്കിലും ഭയങ്കര റഫ് ആൻഡ് ഒരു റൂഡായിട്ടുള്ള ഒരാളായി മാറി. ബട്ട് again how he deals with it, ആ ഒരു ട്രോമ ആൻഡ് ആ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പോഴും നല്ല ഡാർക്ക് ഹ്യൂമറാണ്, വെരി ഇമോഷണൽ. നമുക്ക് അറ്റ് ടൈംസ് ഇറ്റ്സ് റിയലി ഇമോഷണൽ. പക്ഷേ നല്ല ഷോ ആണ്, വെരി നൈസ് ഷോ, നല്ല കണ്ടിരിക്കാൻ നല്ല ഷോ ആണ്. again ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ദെർ ആർ മോണോലോഗ്സ് പുള്ളി സംസാരിക്കുന്നത്, വിച്ച് ഈസ് ഈ ഷോയിൽ ത്രൂ ഔട്ട് ഒരുപാട് മോണോലോഗ്സ് ഉണ്ട്. ഒരുപാടില്ലെങ്കിലും not as much as Fleabag, but നല്ല monologues ഉണ്ട്, which makes sense. എനിക്കങ്ങനെ തോന്നുന്നത്. Again deals with love and loss, how complicated emotions are and how he deals with it basically. So ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന 6 shows. Surprisingly all of these are British except for one, except for Please Like Me. ബാക്കി എല്ലാം British shows ആണ് somehow. So ഞാൻ പറഞ്ഞില്ലേ, like I said, നിങ്ങൾക്ക് ഒരു quirky, dark humor, dry humor ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ definitely give these shows a watch, because I don't know, എനിക്ക് തോന്നുന്നു ഇത് അങ്ങനത്തെ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഷോസാണിത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് let me know how these are, and if you have similar recommendations, please let me know in the comments. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.